അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരെ? ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും, കണ്ണിന്റെ പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ലഅനത്തുല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്കും മക്കൾക്കും തോന്നി സൗന്ദര്യമാ വിജയം. അതുകൊണ്ടാണല്ലോ സൗന്ദര്യമുണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ സൗന്ദര്യത്തിന് എത്രയാ വില? ഈ കാണുന്ന തൊലിവെളുപ്പിനും ഭംഗിക്കും എത്രയാ വില? ഒരു ചെറിയ സൂക്കേട് വന്നാൽ തീരാവുന്നതേയുള്ളൂ. കയ്യിന്റെ വലത്തെ ഇടത്തെ കയ്യിന്റെ ഉള്ളിൽ കുത്തിപ്പറയുന്ന വേദനയുമായി ആശുപത്രിയിൽ ചെന്ന പെണ്ണ് 4-ാമത്തെ മാസം ശുഷ്കിച്ച എല്ലും തോലുമായി മോർച്ചറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഈ ലോകത്തൊരാൾക്കും ഏറ്റവും വലിയ സമാധാനം നൽകിയിട്ടില്ല. അതല്ല വിജയം. ഈ സൗന്ദര്യത്തിന്റെ അളവുകോല് പോലും ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു. ഈ ജീവനുള്ള കാലത്തെ സൗന്ദര്യത്തിനും വിലയുള്ളൂ. ഈ സൗന്ദര്യം തേച്ചുമിരിക്കുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും, ഈ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും, ആ ബലത്തിലെ സൗന്ദര്യത്തിന് വിലയുള്ളൂ. അത് നിലച്ചു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരാളും നോക്കാറില്ല. ഉണ്ടോ? ഈ ശരീരത്തിൽ നിന്നും റൂഹ് വിട്ടകന്നു പോകുന്ന സെക്കൻഡോടുകൂടി ഈ ശരീരം നശിക്കാൻ തുടങ്ങും.